ഹലോ മലയാളി മക്കളെ വണക്കം. അപ്പം വെളിയിലൊരു പുതിയ പൈപ്പ് വന്നിട്ടുണ്ട്. പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തെ നമ്മൾ വെള്ളം പിടിക്കുന്ന വഴി സൈഡിലെ പൈപ്പില്ല, അതേപോലത്തെ. ഇനി തൊട്ട് ടാപ്പ് ഓണാക്കാൻ പാടില്ല. പകരം നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പം ആ ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ചുകൊണ്ട് അകത്ത് ബക്കറ്റ് കൊണ്ടുപോയി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ടാസ്ക്. അതിന് വേണ്ടിയിട്ട് ലെബേഴ്സ് അത് ചവിട്ടുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അകത്ത് അൻഷിത വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം അതുപോലെ അൻഷിതയുടെ ടാസ്കിലുള്ള കളി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ വിലക്കാൻ ഒരു കാര്യവും ആരും ചെയ്യുന്നില്ല കേട്ടോ. കാരണം കഴിഞ്ഞ വീക്കെൻഡ് ടാസ്കിലും അൻഷിത കാണിച്ചത് ഒരിക്കലും എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. വീക്കെൻഡ് എപ്പിസോഡ് ചോദിച്ചിട്ട് പോലുമില്ല അൻഷിത എന്തുകൊണ്ട് ആ ടാസ്ക് അങ്ങനെ കളിച്ചു എന്ന്. അതേ സെയിം തന്നെ അൻഷിത വീണ്ടും ഈ ടാസ്ക് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാനേജേഴ്സ് പറഞ്ഞ ലേബേഴ്സ് കേൾക്കണം അല്ലേ. അപ്പം അൻഷിതയോട് പറയുന്നുണ്ട് കയറിപ്പോ, വീട്ടിനകത്ത് കയറിപ്പോ എന്ന് പറയുമ്പോൾ അൻഷിത ഇല്ല, ഞാൻ കളിക്കത്തില്ല, ഞാൻ ഇങ്ങനെ കളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അൻഷിതയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അൻഷിത അവിടുന്ന് കാർന്ന് പോകുന്നു. അപ്പം ദേഷ്യപ്പെട്ട് കുറേ തവണ പറഞ്ഞിട്ടും അൻഷിത കേൾക്കാത്ത കാണുന്നുണ്ട്. സൗന്ദര്യം വന്ന് കുട പിടിക്കുകയാണ്. ഉടനെ റാണവ് പറയുന്നു അത് കുട അവരുടെ മേലിൽ പിടിച്ചു. അപ്പോഴും സൗന്ദര്യം പറഞ്ഞ മേലിലല്ല കുടയില്ല ഞാൻ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. റാണവ് പറഞ്ഞു ഇല്ല അവരുടെ മേത്ത് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. മഞ്ജരിയുടെ നേരെ കഴിച്ചുകൊണ്ട് സംസാരിച്ചാലോ മഞ്ജരി അത് തട്ടുന്നുണ്ട് കേട്ടോ. അതുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജെഫ്രിക്കിട്ട് ഒരു തട്ട് കിട്ടുന്നുണ്ട് റാണവിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നത് ജെഫ്രിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വലിയൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കഴിയുമ്പം ഇവർ രണ്ടുപേരും സ്പ്ലിറ്റായിട്ട് പോകണം. എന്നിട്ട് യൂണിയൻ ആൾക്കാർ കൂടിയിട്ട് പറയുന്നുണ്ട്. അവർ ആയിട്ട് ഇത് പറയണം നമ്മൾ ഇനി ചവിട്ടുന്നില്ല, അതേപോലെ തന്നെ അവർക്കൊരു വെള്ളവും വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുത്തുക്കുമാർ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ ജോലി കളയുകയല്ല വേണ്ട, നമ്മൾ നമ്മളുടെ ജോലി ചെയ്തുകൊണ്ട് വേണം അവരോട് പ്രതികരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തതും തെറ്റാണ്. അപ്പം മഞ്ജരി പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത്. പക്ഷേ സൗന്ദര്യം പറഞ്ഞിട്ട് ഞാൻ കുടയിൽ പിടിച്ച് അവരുടെ മേഘത്ത് പിടിച്ചിട്ടില്ല, അത് അൻഷിത തന്നെ പറയുന്നുണ്ട്. പക്ഷെ റാണവ് അത് മാറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പം പിന്നീട് ഗാർഡൻ ഏരിയ വെച്ച് അവരൊരു മീറ്റിംഗ് തന്നെയാണ് എംപ്ലോയീസിനെ ലേബേഴ്സിനെ വിളിക്കുന്നുണ്ട്. ലേബേഴ്സ് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. മാനേജേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. പോയിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ റാണവ് ട്വിസ്റ്റ് ചെയ്യാൻ ഞാൻ കുടയിലാണ് പിടിച്ചത്, റാണവ് പറയുന്നത് ഞാൻ കയ്യിലാണ് പിടിച്ചത്, ദേഹത്താണ് പിടിച്ചതെന്ന് പറയുന്നുണ്ട്. അതേപോലെ മഞ്ജരിയുടെ കാര്യത്തിൽ പറയുന്നത് അടിച്ചു എന്നാണ് പറയുന്നത്, അപ്പോൾ തട്ടി മാറ്റി എന്നാണ് പറയുന്നത്. അതായത് വേഗത കൂടിപ്പോയി, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞ കൊണ്ട് തന്നെ വേഗത കൂടിപ്പോയി, അല്ലാതെ അടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അടിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സൗന്ദര്യയും മഞ്ജരിയും കൂടെ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും. അപ്പം അത് സൗന്ദര്യ അതിൽ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് 2 പ്രാവശ്യം ഓൾറെഡി നിങ്ങൾക്ക് വാർണിംഗ് കിട്ടിയിട്ടുള്ള ഇനി ഇങ്ങനെ വരരുതെന്ന് റാണവ് അതിനകത്ത് പറയുന്നുണ്ട്. അത് അവർക്ക് പേഴ്സണലി ഒത്തിരി ഹേർട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലൊക്കെ സൗന്ദര്യം കരയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബസർ ശബ്ദം വരികയാണ്. സ്വാപ്പ് ടൈമാണ്. അപ്പോൾ മാനേജേഴ്സിൽ നിന്നും സൗന്ദര്യ ലേബേഴ്സിലേക്കും ലേബേഴ്സിൽ നിന്നും സത്യ മാനേജേഴ്സിലേക്കും വരികയാണ്. പിന്നീട് അവരുടെ ടാസ്ക് കണ്ടിന്യൂ ആവുകയാണ് കേട്ടോ. ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് റയാനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിയൻ പ്രസിഡൻ്റായിട്ട് നേതാവായിട്ടും റയാനെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ വെളിയിൽ നിന്ന് ആ പൈപ്പിൽ നിന്നാണല്ലോ വെള്ളം പിടിച്ചുകൊണ്ട് വന്നത്. അപ്പം ദീപക്കിനോട് ജാക്ക് ചോദിക്കുന്നത് ജസ്റ്റ് എൻ്റെ മുഖം കഴിയാൻ മതി, അതിന് റെസ്റ്റ് റൂമിൽ ഞാൻ യൂസ് ചെയ്യാം, നീ വാഷ്റൂം അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനല്ലേ എന്നുള്ളൂ, അതിന് കുഴപ്പമില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ലിവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിക്കുകയാണ്. ഒരേ സമയം ബാത്റൂം യൂസ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല. അതിപ്പോൾ നമ്മുടെ ജാക്ലിനോട് ചോദിക്കുന്നുണ്ട് ദീപക് ബാത്റൂം യൂസ് ചെയ്തപ്പം നിങ്ങൾ ഫേസ് വാഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, വിധിമുറകൾ ഇവിടെ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ലിൻ നേരിട്ട് നോമിനേറ്റഡ് ആയിരിക്കണം, അതായത് ലേബേഴ്സിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാക്ലിൻ ലേബേഴ്സിൻ്റെ അടുക്കെ പോവുകയാണ്. അവിടെ സൈക്കിൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം റാണവ് പറയുന്നുണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാൻ തന്നെ വേണം, അതിൻ്റെ നീ മീൻ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നതല്ല, ഇവിടെ വന്ന് സൈക്കിൾ ചവിട്ടുന്നില്ല അതിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ബിഗ് ബോസ് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ്, ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ പോരുന്നു, അതിന് നീ കൂടുതൽ കളിയാക്കുന്നുണ്ട, നീ മിണ്ടാതെ നീ നിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ റയാനെ വിളിക്കുന്നുണ്ട്. കണ്ടോ നീ പിന്നെ ലീഡറായിട്ട് നിന്ന് പറഞ്ഞു നിർത്താൻ പറയുന്നുണ്ട്. അപ്പോൾ റയാൻ പറഞ്ഞത് നീ ലീഡറായിരുന്നപ്പോഴത്തേക്ക് നീ നല്ല മര്യാദ, ഇപ്പോൾ ലീഡർ പിന്നെ ഇങ്ങനെ പഴയ സ്വഭാവത്തിലെത്തി എന്നൊക്കെ റയാൻ ക്വസ്റ്റ്യൻ ചോദിക്കണം. അതോടുകൂടി ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യാണ് ടാസ്ക് തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
എല്ലാവരും തുള്ളിച്ചാടി ഇലക്കൊടയിലെല്ലാം നടക്കുന്നത്. പിന്നെ ഓട്ടംബർഗിൻ്റെ സ്പോൺസർ ടാസ്ക് ആണ്. അതായത് 2 ഗ്രൂപ്പായിട്ട് തിരിയുക. അതിൽ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ബലൂൺ വെച്ചിട്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ അതിന് മണ്ടയ്ക്ക് ഇരുന്നിട്ട് ചെയറുണ്ട്, ആ ചെയറിൻ്റെ മണ്ടയ്ക്ക് ബലൂൺ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് പൊട്ടിക്കുക എന്നുള്ള ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കളക്ട് ചെയ്യുക. നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക. അതായത് നമ്മൾ അരകല്ലിൽ അരയ്ക്കുന്ന പോലത്തുള്ള ചമ്മന്തി കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് വായിച്ച് കേൾപ്പിക്കണം. നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അൻഷിതയുള്ള ഗ്രൂപ്പാണ് കേട്ടോ ജയിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം കല്ലേൽ അരച്ച പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീക്കിലെ ടാസ്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. നമുക്ക് കാണുന്നവർക്ക് എന്താ അവരവിടെ ചെയ്യുന്നത്, എന്തിനാണ് ഉദ്ദേശിച്ചത്, എന്തിനാണ് ഈ വീക്കിലെ ടാസ്ക് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നുന്നത്. അതേപോലെ ഈ എപ്പിസോഡിലെങ്കിലും വിജയ് സേതുപതി സാർ ചോദിക്കും അൻഷിതയുടെ പ്രവൃത്തി എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് ടാസ്കുകളിൽ അൻഷിതയ്ക്ക് ഇങ്ങനെ തന്നെയാണ് പ്രവൃത്തി വരുന്നതും. അതേപോലെ അത് ചോദിക്കാതെ വിടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി ഇതിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.